ഹലോ, ഇന്നത്തെ മിനി വ്ളോഗ് ശനിയാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. സ്കൂൾ ലീവുള്ള ദിവസങ്ങളിൽ കുറച്ച് മെല്ലെ എഴുന്നേറ്റാൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ അന്നത്തെ ദിവസം മൊത്തം തിരക്കാണ്. സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റാലും പിന്നെ കുറച്ച് ഫ്രീ ആണ് നമ്മൾ. പക്ഷേ എന്നാൽ സ്കൂളില്ലാത്ത ദിവസങ്ങൾ നമ്മൾ ഒരു 7 മണി വരെ കിടന്നാലും പിന്നെ വൈകിട്ടത്തെ വരെയും തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അതുപോലെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു ശനിയാഴ്ച. അപ്പോൾ രാവിലെ തന്നെ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ നന്നാക്കി വെച്ചതിന് ശേഷം രാവിലത്തെ ഫുഡിനുള്ള കടലയും കൂടി വേവിക്കാൻ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. ഇന്ന് രാവിലെ പുട്ടും കടലയായിരുന്നു. അപ്പോൾ പുട്ടിനുള്ള കടലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് കുതിർക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം വന്ന് വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഇനി വൈകിട്ട് എന്തായാലും വിളക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ എന്തായാലും വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. രാവിലത്തെ കുളിയും വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കണം കേട്ടോ. അത് മസ്റ്റാണ്. അപ്പോൾ രാവിലെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചായയൊക്കെ വെച്ചിട്ട് ചായ കുടിക്കുമ്പോൾ കുറച്ച് 10 മിനിറ്റ് ഫോണൊക്കെ നോക്കിയാലാണ് ഒരു റിലാക്സേഷൻ കിട്ടുക കേട്ടോ. ചായ കുടിക്കുന്ന സമയത്ത് ഫോൺ നോക്കണം. ആ സമയത്ത് ഒരു റിലാക്സിങ് ടൈമാണ് എൻ്റെ. ചായ കുടിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യില്ല കേട്ടോ. മെല്ലെ ഇരുന്ന് ചായ കുടിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചായയൊക്കെ ആയി അതിനുശേഷം ചായ കുടിക്കലും കുറച്ച് നേരം റെസ്റ്റിലൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ അടുക്കളയിലോട്ട് നേരെ പിന്നെ അങ്ങോട്ട് തിരക്കാണ് കേട്ടോ. പിന്നെ ഒരു ഉച്ച വരെയും തിരക്ക് തന്നെയായിരുന്നു അന്ന്. ഇന്ന് പിന്നെ മീനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചും ഒക്കെ കുറച്ച് വൈകും. അതുകൊണ്ട് തന്നെ രാവിലെ പുട്ട് കുറച്ച് എളുപ്പപ്പണിക്ക് രാവിലെ പുട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വേവിക്കാനിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നത്തെയും പോലെ നമുക്ക് വറുത്തരച്ച കടലക്കറി ഉണ്ട്. അപ്പോൾ അതിനുള്ള മസാല ഒക്കെ വറുത്തിട്ടുണ്ട്. കടലക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകം പറയണില്ല. പിന്നെ കടലക്കറിക്കുള്ള അരപ്പൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ പുട്ട് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പുട്ടിന് താഴെ കുക്കറിൽ ഞാൻ വെള്ളമല്ല വെച്ചിരിക്കുന്നത്, കടലക്കറി തന്നെയാണ് കുക്കറിലുള്ളത് കേട്ടോ. അപ്പോൾ കടലക്കറി ആവും ആ സമയത്ത് നമ്മുടെ പുട്ടും വേവ് കേട്ടോ. അപ്പോൾ 2 പണി ഒരേ സമയം ചെയ്യാണ്. ഞാൻ മണത്ത് നോക്കണം എന്താണെന്ന് വെച്ചാൽ കടലക്കറിയുടെ മണം അതുപോലെ തന്നെ ആ പുട്ടിൻ്റെ മണം കൂടി സെയിം ആ വിസിലിൽ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഒന്ന് മണത്ത് നോക്കണേ. പിന്നെ അതാ പുട്ടൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം കടലക്കറിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരോടും ഒത്തിരി നന്ദി. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്